ഗോൾഡൻ ഫുട് പ്രിൻസ് എന്ന പ്രോഗ്രാമിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. തൃശ്ശൂർ അതിരൂപതയിൽ കർത്താവിൻ്റെ വിളിക്ക് പ്രത്യുത്തരം നൽകി വിശിഷ്ടമായ പൗരോഹിത്യ ശുശ്രൂഷ കാഴ്ചവെച്ച ബഹുമാനപ്പെട്ട ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട്ടച്ചനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് ആലപ്പാട്ടച്ചനെ സംബന്ധിച്ച് അദ്ദേഹം ഒരേ സമയം ശരീരത്തിൻ്റെ വൈദ്യനും ആത്മാവിൻ്റെ വൈദ്യനുമായി സ്തുത്യർഹമായി സേവനം ചെയ്യാൻ വിളിക്കപ്പെട്ട വ്യക്തിയാണ്. തൃശ്ശൂർ അതിരൂപതയിലെ പ്രശസ്തമായ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിൻ്റെ സ്ഥാപക ഡയറക്ടറും വിഷണറിയുമാണ് ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് ആലപ്പാട്ടച്ചൻ. എല്ലാവരെയും ഹൃദയം കൊണ്ട് സ്നേഹിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കർമ്മയോഗി. ശുശ്രൂഷ ചെയ്ത കാലമൊക്കെയും ദൈവത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി, സഹോദരങ്ങളുടെ ആശ്വാസത്തിനു വേണ്ടി അർപ്പണം ചെയ്ത ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് അച്ഛനെ പ്രേക്ഷക സമക്ഷം സന്തോഷത്തോടു കൂടെ പരിചയപ്പെടുത്തട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് വളരെ പ്രത്യേകതയുള്ള ഒരു എപ്പിസോഡിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ആതുര ശുശ്രൂഷ രംഗത്ത് കേരളത്തിന് അഭിമാനമായി ഉയർന്നു നിൽക്കുന്ന ഒരു മെഡിക്കൽ കോളേജ്, ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്ഥാപക ഡയറക്ടറാണ് ഇന്ന് നമ്മുടെ മുമ്പിലിരിക്കുന്നത്. സമാനതകളില്ലാത്ത ഒരു ജീവിതമാണ് ഇന്ന് പ്രേക്ഷകരുടെ മുന്നിൽ ഇതൾ വിടരുന്നത്. ലോകത്തിൽ തന്നെ വളരെ ചുരുക്കം മാത്രം സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഒരു വ്യക്തി തൻ്റെ സ്വപ്നമായ ഒരു കരിയർ, അതൊരു MBBS പാസ്സായി ഒരു ഡോക്ടറായി അതിനുശേഷം ദൈവത്തോടുള്ള സ്നേഹത്തിൽ ഭ്രാന്ത് പിടിച്ച് വൈദികനായി തീർന്നതിൻ്റെ ഒരു ചരിത്രമാണ് റവറൻഡ് ഡോക്ടർ ഫാദർ ഫ്രാൻസിസ് ആലപ്പാട്ടിൽ നിന്ന് ഇന്ന് നമുക്ക് കേൾക്കാനാവുന്നത്. അച്ഛാ, പ്രത്യേകമായിട്ട് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ചോദ്യം ആക്ച്വലി ഇന്ന് തന്നെ തുടങ്ങാം. അച്ഛൻ്റെ വളരെയേറെ പുസ്തകങ്ങൾ അച്ഛൻ എഴുതിയിട്ടുണ്ട് അല്ലേ? ആ പുസ്തകങ്ങളിലൊക്കെ അച്ഛൻ ആ പുസ്തകങ്ങൾ സമർപ്പിച്ചിരിക്കുന്നത് അച്ഛൻ്റെ അമ്മയ്ക്കും അച്ഛൻ്റെ അമ്മൂമ്മയ്ക്കുമാണ് അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ആ മാതൃസവിശേഷമായിട്ടുള്ള സ്നേഹം അച്ഛൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ട്. അതുകൊണ്ടായിരിക്കുമല്ലോ അത്രത്തോളം വിലപ്പെട്ട രണ്ട് സ്ത്രീ വ്യക്തിത്വങ്ങളെ അച്ഛൻ എപ്പോഴും ഓർത്തെടുക്കുന്നത്. എങ്ങനെയായിരുന്നു അച്ഛൻ്റെ ബാല്യകാലവും അച്ഛൻ്റെ ദൈവവിളിയിലേക്കുള്ള ആകർഷണമൊക്കെ എങ്ങനെയാണ് തുടങ്ങിയത് ഒന്ന് പറയുമോ? ബാല്യകാലത്ത് അമ്മയുടെയും അമ്മൂമ്മയുടെയൊക്കെ വലിയ സപ്പോർട്ട് ലഭിച്ചിരുന്നു. എത്ര മക്കളായിരുന്നു അച്ഛനൊക്കെ? ഞങ്ങൾ 3 മക്കളാണ്. അപ്പോൾ അവരിലൂടെയാണ് ദൈവത്തെ കാണുന്നത്. അവർ സംസാരിക്കുന്നത്, എത്ര ബഹുമാനത്തോടെ സഭാധികാരികളോടുള്ള അവരുടെ പെരുമാറ്റം, ഇതെല്ലാം നമ്മുടെ മനസ്സിൽ വളരെയധികം നിൽക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, ഈ എല്ലാ പുസ്തകങ്ങളും ഇവർക്ക് 2 പേർക്കുമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാന കാരണം അവരാണ് ഞാൻ വൈദികനാകാൻ പോയതിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ സഹിച്ചിട്ടുള്ളത്. സഹനം അവർക്ക് വല്ലാത്ത ഉണ്ടായിരുന്നു. ആരുമില്ല അവർക്ക് എന്നുള്ളൊരവസ്ഥയിലായിരുന്നു. അപ്പോൾ ആ ഒരു വലിയ ദുഃഖം എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ അത് നന്ദി പ്രകാശിപ്പിക്കുകയാണ്. അച്ഛൻ്റെ ദൈവവിളിയെ പറ്റി? ദൈവവിളി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് എനിക്ക് ഒരു വിളിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓർമ്മ വയ്ക്കുന്ന കാലത്ത് മുതൽ തന്നെ തൃശ്ശൂർ സീക്രട്ട് ഹാർട്ട് കോൺവെൻറ്റിൽ ഓൾട്ടർ ബോയാണ്. അവിടെ ഈ ആദ്യ കുർബാന സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ ഓൾട്ടർ ബോയ് ആയിരുന്നു. അവിടെ അങ്ങനെ സമ്മതിക്കുമായിരുന്നോ? അതിന് മുമ്പ് ഓൾട്ടർ ബോയ് ആകാൻ സമ്മതിക്കുമോ? കുർബാന സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ? അത് അവിടെ അത്ര പ്രത്യേക സാഹചര്യത്തിൽ ജനറേഷൻ അനുവദിച്ചതാണ്. കാരണം അവിടെ ആരുമില്ല അവരെ സഹായിക്കാൻ. അപ്പോൾ തൊട്ടടുത്താണ് എൻ്റെ വീട്. അപ്പം അതുകൊണ്ട് അങ്ങനെ ചെയ്തതാണ്. അങ്ങനെ ഇന്നത് അനുവദിക്കില്ല. അങ്ങനെ ദീർഘകാലം ഓൾട്ടർ ബോയ് ആയിരുന്നു. അപ്പോൾ എപ്പോഴും ദൈവത്തോടൊപ്പം ചേർന്ന് നിൽക്കാനുള്ള ഒരു സാഹചര്യം എനിക്ക് ദൈവം തന്നെ ഒരുക്കി തന്നു. എൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ വെട്ടിയ വഴിയിലൂടെ അല്ല ഞാൻ നടന്നിട്ടുള്ളത്.
എല്ലാം ദൈവം വെട്ടിയ വഴികളിലൂടെയാണ്. അതുകൊണ്ട് പല താമസങ്ങളും മറ്റുമൊക്കെ ഉണ്ടായേക്കാം. പക്ഷേ എങ്കിലും അവസാനം പൗരോഹിത്യം എന്ന ആ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നോട് കൂടിയിട്ട് ദൈവത്തിൻ്റെ വിളി അത് പൂർണ്ണമായി എന്നെനിക്ക് തോന്നുന്നു. അച്ഛനപ്പോൾ MBBS പോയതോ? MBBS പോയതൊക്കെ പഠനങ്ങൾക്ക് ശേഷമാണ്. അച്ഛനാകണം, വൈദികനാകണം എന്നുള്ള ആഗ്രഹം അച്ഛൻ ആദ്യം തൊട്ടേ ഉണ്ടായിരുന്നല്ലോ? ആദ്യം മുതലുണ്ടായിരുന്നു. അല്ല, അതിനിടയ്ക്ക് MBBS പോയത് കൊണ്ട് ഞാൻ പോയതിൻ്റെ കാരണം എനിക്ക് കുറച്ച് സമയം ആവശ്യമായിരുന്നു. കാരണം വീട്ടിലത്തെ പ്രത്യേക പരിസ്ഥിതി വെച്ച് നോക്കുമ്പോൾ കുറച്ച് സമയം ആവശ്യമുണ്ടായിരുന്നു. അപ്പം അതിന് സമയം കളയാൻ വേണ്ടി പോയതാണ്, അല്ലാതെ സമയം കളയാൻ വേണ്ടി MBBS പോയ ഒരു വൈദികനാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത് അല്ലേ? അപ്പോൾ റൈറ്റ് ടൈം വന്നപ്പോൾ കാത്തിരിപ്പായിരുന്നു തന്നെ ഞാൻ സെമിനാരിയിൽ ചേരുകയുണ്ടായത്. അപ്പം 2 കാര്യങ്ങൾ പ്രേക്ഷകരോട് പറയാനുള്ളൊരു സമയമായി. ഒന്ന്, താൻ വെട്ടിയ വഴിയിലൂടെ അല്ല, മറിച്ച് ചെറുപ്പത്തിൽ തന്നെ ദൈവം വെട്ടിയ വഴിയിലൂടെ സഞ്ചരിക്കാനുള്ള ആ നിയോഗം ഏറ്റെടുത്തതിൻ്റെ ഒരു ആഹ്ലാദം. രണ്ടാമതായിട്ട് ഈ എപ്പിസോഡ് മുന്നോട്ട് പോകുമ്പോൾ എത്ര സമയം അച്ഛൻ ഈ രീതിയിൽ നമ്മളുടെ ഒപ്പം ഉണ്ടാകുമെന്ന് പറയാൻ പറ്റാത്ത ഒരു കാര്യം കൂടെയുണ്ട്. കാരണം അച്ഛന് ശാരീരികമായിട്ടുള്ള നല്ല അസ്വസ്ഥതകളുണ്ട്. 2 കാലും ഇപ്പോൾ നടക്കാൻ വയ്യാത്ത ഒരു അവസ്ഥയിലാണ്. അതിലേക്കൊക്കെ നമുക്ക് പിന്നീട് എത്താം. എങ്കിലും ഈ ഒരു ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾക്ക് നടുവിലും അച്ഛൻ്റെ നിയോഗം, ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന നിയോഗം തുടരുകയാണ് അല്ലേ അച്ഛാ? തുടരുകയാണ്. വാസ്തവം പറഞ്ഞാൽ എനിക്ക് ചെറുപ്പം മുതലേ അൽത്താരപാലനായിരുന്ന മാതൃകാ അച്ഛന്മാരാണ് അവിടെയൊക്കെ ചാപ്ലിൻസായിട്ട് വന്നിരുന്നത്. വളരെ മാതൃക, നിങ്ങൾക്കൊക്കെ അറിയപ്പെടുന്ന മോൺസിഞ്ഞോർ തോമസ് മുത്തറിനെ പോലെയുള്ളവരുടെ കീഴിലൊക്കെ ഞാൻ അൽത്താരപാലനായിരുന്നു. വിശുദ്ധന്മാരായിട്ടുള്ള ഫാദർ എഫ്രൈം പാലത്തിങ്കൽ, അതുപോലെ നമ്മുടെ ബിഷപ്പ് ജെയിംസ് പഴയാട്ടിൽ, ഇവരൊക്കെ വളരെ വിശുദ്ധിയുള്ള ആളുകളാണ്. അപ്പോൾ അവരുടെ ബലിയർപ്പണമൊക്കെ കാണുമ്പോൾ അത് വലിയൊരു മാഗ്നറ്റിക് അട്രാക്ഷനാണ്. എനിക്കും അങ്ങനെ ആകണം എന്നുള്ള ഒരു ആഗ്രഹം. പിന്നെ എനിക്ക് എൻ്റെ ചെറുപ്പത്തിൽ തന്നെ മറ്റൊരു ആഗ്രഹങ്ങളില്ല, വേറെ ഒന്നും എനിക്ക് ഇത് മാത്രമേ ആഗ്രഹമായിട്ട് പറയാനുള്ളൂ. അപ്പോൾ മറ്റൊരു ചിന്തയില്ലാത്ത തരത്തിൽ ദൈവം എന്നെ കൂട്ടിപ്പിടിച്ചിരിക്കുന്ന മാതിരി ഒരു തോന്നലായിരുന്നു. അപ്പോൾ ഏതെല്ലാം യൂണിവേഴ്സിറ്റികളുടെയും കോളേജുകളുടെയും കോറിഡോഴ്സിലൂടെ പോയാലും എനിക്ക് മറ്റ് ചിന്തകളൊന്നുമില്ല. എൻ്റെ പാത്ത് വളരെ ക്ലിയറാണ്, കർത്താവ് വെടിയിട്ട് തന്നിട്ടുണ്ട്. അത് കാരണം കൊണ്ട് വേറെ ഒരു അട്രാക്ഷൻസും എനിക്കുണ്ടായിരുന്നില്ല. അതോടെ ഈ മറ്റ് പഠനങ്ങളോ ബിരുദങ്ങളോ ഒന്നും തന്നെ എനിക്ക് ഒരു തടസ്സം ആയിരുന്നില്ല. അപ്പോൾ അതിലേക്കുള്ള വഴിയിലൂടെ ദൈവം നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിനും ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടായിരുന്നിരിക്കണം. കാരണം പിന്നീട് പഠനവും വൈദിക പട്ടമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ തൃശ്ശൂർ രൂപതയിലേക്ക് വരുമ്പോൾ അന്ന് ജേക്കബ് തൂങ്കുഴിപ്പിതാവാണ് ഇവിടെ മെത്രാനായിട്ടുള്ളത്. അദ്ദേഹം എന്നെ ആദ്യമായിട്ട് തന്നെ വെച്ചത് ഇവിടെ ഈ ജൂബിലി മിഷൻ ആശുപത്രിയിലേക്കാണ്. അത് പിതാവും പ്രാർത്ഥിച്ചെടുക്കുന്ന തീരുമാനങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ എനിക്കും വളരെ ഭയമുണ്ടായിരുന്നു. ഞാൻ തൃശ്ശൂർക്കാരനാണെങ്കിലും ഈ മിഷൻ ആശുപത്രിയിലേക്ക് അതിനു മുമ്പ് വന്നിട്ടേ ഇല്ല. മെഡിക്കൽ കോളേജിൽ കാലിക്കറ്റ് ഒരു മാതൃകാ മെഡിക്കൽ കോളേജാണ്. പഠിച്ചിട്ടുണ്ടെങ്കിലും അഡ്മിനിസ്ട്രേഷനിലേക്ക് കടന്നിട്ടില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ അഡ്മിനിസ്ട്രേഷനിലേക്ക് വന്നപ്പോൾ എനിക്ക് ആകെ അസ്വസ്ഥമായി. കാരണം ഇതൊരു അസ്വസ്ഥതയിൽ തന്നെയാണ് ഈ സ്വാശ്രയ മെഡിക്കൽ കോളേജുകളൊക്കെ ആരംഭിച്ചത്. അന്നൊക്കെ പിതാവിൻ്റെ പ്രാർത്ഥനയും പരിശുദ്ധ അമ്മയുടെ ഒരു പിന്തുണയും സംരക്ഷണവുമാണ് നടത്തിയത്. ഒരു നന്ദിയായിട്ട് ഈ സ്ഥാപനത്തിൻ്റെ പിൻഭാഗത്തായിട്ട് ഒരു 8 അടിയിൽ പരിശുദ്ധ അമ്മയുടെ രൂപം സ്ഥാപിച്ചിട്ടുണ്ട്. അത് സ്ഥാപിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് വാസ്തവം പറഞ്ഞാൽ എനിക്ക് ഒരു ധൈര്യം കിട്ടിയതൊക്കെ ചെയ്യാനായിട്ട്. അല്ല, ആദ്യം ഇത് ഹോസ്പിറ്റലാണല്ലോ, അതിനുശേഷം മെഡിക്കൽ കോളേജ് ബെഡൽ ഹോസ്പിറ്റലായിരുന്നു അത്. തൂങ്കുഴി പിതാവിന്റെ ഒരു ആഗ്രഹമായിരുന്നോ നമുക്ക് മെഡിക്കൽ കോളേജ് വേണം? അല്ലല്ല, തൂങ്കുഴി പിതാവിൻ്റെ ആഗ്രഹമല്ല, ഈ നാട്ടുകാരുടെ ആഗ്രഹമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ മാത്രമേ ഈ സ്വകാര്യ ഗ്രൂപ്പുകളെ മെഡിക്കൽ കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങിയ പ്രൊഫഷണൽ മേഖലകളിലേക്ക് സർക്കാർ അനുവദിച്ചിട്ടുള്ളൂ. ആ സമയത്താണ് തൂങ്കുഴി പിതാവ് ഇവിടെ വരുന്നത്, ഞാനിവിടെ വരുന്നത്. അപ്പോൾ പിതാവ് പറഞ്ഞു ദിസ് ഇസ് ദ റൈറ്റ് ടൈം. അപ്പോൾ അതുകൊണ്ട് ചെയ്യണം. എനിക്ക് അത്ര ആവേശമൊന്നുമില്ലായിരുന്നു. കാരണം
അതിൻ്റെ കോംപ്ലക്സിറ്റി കാലിക്കറ്റ് ഞാൻ കണ്ടിട്ടുള്ളത് കൊണ്ട് അത്ര എളുപ്പമല്ല എന്ന് എനിക്കറിയാം, പ്രത്യേകിച്ച് സ്റ്റാഫിനെ കിട്ടാനായിട്ട്. അവിടെയും ഒരു ദൈവിക ഇടപെടലുണ്ടായിരുന്നു. ഈ സ്റ്റാഫിനെ കിട്ടാൻ വേണ്ടിയിട്ട് നെട്ടോട്ടമാണ് എല്ലാ കോളേജുകളും. ഞാൻ എൻ്റെ പരിചയത്തിൽ മെഡിക്കൽ കോളേജിൻ്റെ കൊളീഗ്സ് അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ട്, അവർ വഴി നോക്കുന്നുണ്ടെങ്കിലും ഈ ചില പ്രത്യേക സബ്ജക്ട്സിന് പ്രൊഫസേഴ്സിനെ കിട്ടാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്താണ് ഒരു അത്ഭുതം സംഭവിക്കുന്നത്. ഇവിടെ അടുത്ത് ഒരു സ്ഥലത്ത് വേറൊരു മതത്തിലെ ആളുകൾ ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങാനുള്ള ആലോചന എല്ലാ കാര്യങ്ങളും അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സെറ്റ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവരുടെ ഇടയിൽ അഭിപ്രായ ഐക്യമില്ലാതെ വന്നിട്ട് അതങ്ങനെ ആകെ പിരിഞ്ഞു പോയപ്പോൾ ഈ ഡോക്ടേഴ്സ് പലരും നോർത്ത് ഇന്ത്യക്കാരാണ്, ഇവിടെ അത്ര പരിചയമുള്ളവരല്ല. അപ്പോൾ അവരാകെ വിഷമിച്ച് എങ്ങോട്ട് പോകണമെന്ന് വെച്ച് നിൽക്കുന്ന സമയത്താണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ ഡോക്ടേഴ്സിന് ആവശ്യമുള്ളത്. അങ്ങനെ ഒരു 100-100 ഡോക്ടേഴ്സിനെ അവിടുന്ന് തന്നെ ഡയറക്റ്റായിട്ട് കിട്ടി. അതൊക്കെ ദൈവിക ഇടപെടലാണ്. അല്ലെങ്കിൽ ചില സബ്ജക്റ്റിലൊക്കെ ഡോക്ടേഴ്സിനെ കിട്ടാൻ തന്നെ ഇല്ല. ഡിഗ്രി മാത്രം പോരാ, ടീച്ചിങ് എക്സ്പീരിയൻസ് കൂടി വേണം അവർക്ക്. അപ്പോൾ അങ്ങനെയുള്ളവരെ കിട്ടി. അങ്ങനെ ഒരു ട്രാൻസ്പ്ലാന്റേഷൻ പറിച്ചു നട്ടിലാണ് ശരിക്കും നടന്നത്. അതുകൊണ്ടാണ് AK ആൻ്റണി പറഞ്ഞ അവസരത്തിൽ തന്നെ ആ വർഷത്തിൽ തന്നെ നമുക്ക് കോളേജ് തുടങ്ങാനായിട്ട് സാധിച്ചത്. അച്ഛാ, ഇത് ലക്ഷക്കണക്കിന് രോഗികൾക്ക് ആശ്വാസമാകുന്ന ഒരു ഹോസ്പിറ്റൽ കേരളത്തിലും ഇന്ത്യയിലും വളരെ പ്രസിദ്ധമാണ്. അതിൻ്റെ വിശേഷങ്ങളിലേക്കും അതേപോലെ തന്നെ മെഡിക്കൽ കോളേജിലൂടെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ അല്ലേ പഠിച്ച് ഇറങ്ങിക്കഴിഞ്ഞു, ഇപ്പോഴും പഠിക്കുന്നു. ആ വിശേഷങ്ങൾ കൂടുതൽ നമുക്കറിയണം. പക്ഷേ അതിനു മുമ്പായിട്ട് അച്ഛൻ ഈ പഠിക്കുന്ന കാലങ്ങളിലൊക്കെ എന്താ പറയുന്നത്, ഫോക്കസ് എന്ന് പറയുന്നത് വൈദിക വൃത്തി മാത്രമായിരുന്നു എന്ന് പറഞ്ഞു. മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് 2 കാര്യങ്ങൾ അറിയാനായിട്ടൊരു താല്പര്യം. ഒന്ന്, അച്ഛൻ്റെ കുടുംബത്തിൽ എത്ര പേരുണ്ട്, സഹോദരങ്ങളൊക്കെ എങ്ങനെയാണ്, അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു. 2, ഈ കോളേജ് കാലഘട്ടത്തിൽ അച്ഛൻ്റെ ഒരു വിഷൻ അല്ലെങ്കിൽ ഒരു വൊക്കേഷൻ പറയുമ്പോൾ ബാക്കിയുള്ള കൂട്ടുകാരൊക്കെ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുമായിരുന്നു. അപ്പോൾ അതൊക്കെ സ്വാധീനിച്ചിട്ടുണ്ടോ? ഞാൻ ഒരൊറ്റ കൂട്ടുകാരോടും മെഡിക്കൽ കോളേജ് സെമിനാരിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ടില്ല. എൻ്റെ ആത്മീയ ആവശ്യങ്ങൾക്ക് തൊട്ടടുത്ത് തന്നെ ദേവഗിരി സെൻറ്റ് ജോസഫ്സ് കോളേജുണ്ട്. അവിടെ ഫാദർ പൈകടയും ചാലിൽ അച്ഛനന്മാർ അവരൊക്കെ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ആത്മീയ ആവശ്യങ്ങൾക്കൊക്കെ അഭിപ്രായം തേടാനും. പിന്നെ ദൈവാനുഗ്രഹത്തിന് ആ സമയത്ത് കോഴിക്കോട് ബിഷപ്പായിരുന്ന മാക്സ്വൽ നൊറോണ, അദ്ദേഹത്തിനായിട്ട് ഞാൻ പരിചയപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിന് എന്നോട് വലിയ താല്പര്യവും അനുകമ്പയൊക്കെ തോന്നി. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വരണമെന്നൊക്കെ പറഞ്ഞ് ഒരു ഗൈഡൻസ് ആയിരുന്നു അത്. അപ്പോൾ അതെനിക്ക് വലിയ ആശ്വാസമായി. മെഡിക്കൽ കോളേജിലെ കുട്ടികളോട് സംസാരിച്ചിട്ട് കാര്യമില്ല, അവരൊക്കെ വേറെ ഒരു ലെവലിലുള്ളവരാണ്. അവരൊന്നും ഇത് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവുകയില്ല. അതൊന്നും നമ്മളെ സ്വാധീനിച്ചിട്ടുമില്ല അല്ലേ ഒരു തരത്തിലും. ആര് പറയുന്ന സാധിച്ച ഈ ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടി മാത്രമല്ല. ഈ സഹോദരങ്ങളെ കുറിച്ചും കൂടെ എനിക്കൊരു ബ്രദറും ഒരു സിസ്റ്ററുമാണുള്ളത്. മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നവരെയൊക്കെ അതെല്ലാം വളരെ അനുകൂലമായിരുന്നു. പിന്നെ ഇങ്ങോട്ട് റൂട്ട് മാറ്റി എന്ന് പറയുമ്പോൾ അവർക്കെല്ലാവർക്കും അസ്വസ്ഥതയുണ്ട്. അത് പിന്നീടാണ് അവരെ അറിയുന്നത് അല്ലേ, അച്ഛൻ്റെ മനസ്സിലേക്ക്. അടുത്തടുത്ത സമയങ്ങളിൽ മാത്രമേ പോരാടാവുന്ന സമയത്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇത് പറയാൻ സുഖമുള്ള കാര്യമല്ല, അവർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. അതുകൊണ്ട് എന്തിനും കൂടുതലൊരു കലഹം ഉണ്ടാക്കണ്ടാവെന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ. പ്രത്യേകിച്ച് ആലപ്പാട്ട് കുടുംബം എന്ന് പറയുന്നത് ദേശത്തെ വളരെ അല്ലേ പ്രശസ്തമായിട്ടുള്ളൊരു കുടുംബ അന്തരീക്ഷം. ഒരുപാട് വൈദികരുണ്ട്. ഇനിയൊക്കെ അച്ഛാ, നമുക്ക് വീണ്ടും നമ്മുടെ ഹോസ്പിറ്റൽ വിശേഷങ്ങളിലേക്ക് അല്ലേ, മെഡിക്കൽ കോളേജിൻ്റെ വിശേഷങ്ങളിലേക്കൊക്കെ വരാം. അപ്പോൾ തുങ്കൽ പിതാവ് വന്നു. അതേപോലെ തന്നെ ഇപ്പോൾ അച്ഛൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റ് മതവിഭാഗക്കാർ ഇങ്ങനെയൊരു മെഡിക്കൽ കോളേജിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചെങ്കിലും അത് ഫലവത്തായില്ല. ആ ഒരു സമയത്താണ് മെഡിക്കൽ കോളേജിനെ കുറിച്ചുള്ള ചിന്ത വരുന്നത്. എനിക്ക് തോന്നുന്നത് അച്ഛനാണ് ഈ മെഡിക്കൽ കോളേജിൽ സ്ഥാപക ഡയറക്ടർ എന്ന് മാത്രമല്ല, ചോരയും നീരും അല്ലേ ഈ ഒരു സ്ഥാപനത്തിന് വേണ്ടി ദൈവാനുഗ്രഹമായിട്ട് കണക്കാക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ഇത്രയും ഡോക്ടേഴ്സിനെ ഒരുമിച്ച് കിട്ടുക എളുപ്പമല്ല. നമുക്കങ്ങനെ പറിച്ചു നടന്ന പോലെയുള്ള ഒരു അനുഭവം ഉണ്ടായി. പുതിയ ബിൽഡിങ്ങുകളെല്ലാം നമുക്ക് പണിയേണ്ടതായിട്ട് വന്നില്ലേ? നമ്മുടെ അടുത്തൊരു സെമിനാരി ഉണ്ട്. അപ്പോൾ പിതാവ് സെമിനാരിക്കാരോട് സംസാരിച്ചിട്ട് സെമിനാരിയുടെ കെട്ടിടവും മറ്റേ കോമ്പൗണ്ടും ഒക്കെ തൽക്കാലത്തേക്ക് നമുക്ക് തന്നു. അപ്പോൾ ആദ്യത്തെ ഇയറിനുള്ള
അവിടെ ഉണ്ടല്ലോ സെമിനാരിയിലുള്ള ക്ലാസ് റൂംസ് എല്ലാം. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ വർഷത്തേക്കുള്ള എല്ലാം ഇവിടെ സഫീഷ്യൻ്റ് ആയിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ വർഷത്തേക്കുള്ള സ്കീം കിട്ടിയപ്പോഴേക്കും നമ്മൾ വർക്ക് വളരെയധികം ഫാസ്റ്റായിട്ട് തുടങ്ങി. അതിന് പറ്റിയ അച്ഛന്മാരും അതുപോലെ സഹപ്രവർത്തകർ എഞ്ചിനീയറൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് അങ്ങനെ ചുരുങ്ങിയ സമയം കൊണ്ട് അത് ചെയ്തത്. ഓരോ ഘട്ടം തീരുമ്പോഴും അടുത്ത ഘട്ടം ഇങ്ങനെ തയ്യാറായി വരുന്ന ഒരു ഇതായിരുന്നു. മെഡിക്കൽ കൗൺസിൽ വന്ന് നോക്കും, അവർ ഇവിടെ എത്തി. ഇൻസ്പെക്ഷൻ ഭയങ്കര ടൈറ്റാണ്, ഭയങ്കര ടഫാണ്. അത് ദൈവാനുഗ്രഹത്തിന് എല്ലാം അങ്ങ് പൂർത്തിയായി എന്ന് മാത്രം. അല്ല, കാരണം പ്രത്യേകിച്ചും ആ ഒരു കാലഘട്ടത്തിലൊക്കെ ഒരു മെഡിക്കൽ കോളേജിനുള്ള അപ്രൂവൽ കിട്ടുക എന്ന് പറയുന്നത് അല്ലേ, അവരുടെ റിക്വയർമെന്റ്സ് എല്ലാം സാറ്റിസ്ഫൈഡ് ആകണമല്ലോ. അപ്പം ആ രീതിയിൽ നമ്മൾ അങ്ങനെ തന്നെ. അതായത് ഇപ്പോൾ ഈ വർഷം തന്നെ നമുക്കറിയാം അടുത്ത വർഷം എന്തൊക്കെ വേണമെന്നുള്ളത്. കാരണം എനിക്കൊരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട്, അപ്പോൾ അതുകൊണ്ട് പിന്നെ സഹപ്രവർത്തകരുടെ കഴിവുകൊണ്ടും അത് വളരെ വിജയകരമായിട്ട് ഓരോ വർഷം അഡ്വാൻസ് ആയിട്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോവുമായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലെ എട്ടാമത്തെ സ്ഥാനമാണ്. അപ്പം ഇത് തുടക്കം മുതൽ തന്നെ ഇവിടുന്ന് റാങ്ക് ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഒരു അക്കാദമിക നിലവാരം എന്ന് പറയുന്നത് മികവുള്ളതായിരുന്നു. അപ്പം അതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള എഫേർട്ടുകൾ അച്ഛനൊന്ന് വിശദീകരിക്കും. ഒന്നാന്തരം പ്രശസ്തരായ എക്സ്പീരിയൻസ്ഡ് ആയ ടീച്ചേഴ്സാണ് അതിൻ്റെ കാരണം. ഞാൻ പറഞ്ഞില്ല, അവിടുന്ന് കിട്ടിയതും എൻ്റെ സഹപ്രവർത്തകർ, കാലിക്കറ്റിൻ്റെ കൂട്ടുകാർ, അങ്ങനെയുള്ളവരൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ട് ഏറ്റവും നല്ല ടീച്ചേഴ്സിൻ്റെ ഒരു ടീമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് നാച്ചുറലി റിസൾട്ട്സ് വളരെയധികം ഇമ്പ്രൂവ് ചെയ്യും. അപ്പോൾ അച്ഛാ, ഇപ്പം നമ്മൾ ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് ഈ ഒരു ആതുര ശുശ്രൂഷ എന്ന് പറയുന്നത് ക്രിസ്തു ദർശനത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ ഈ നാട്ടുകാർക്ക് ഈ ഹോസ്പിറ്റല് അതേപോലെ തന്നെ ഈ മെഡിക്കൽ കോളേജ് അവരേത് നിലയിലാണ് അന്നും ഇന്നും നോക്കിക്കാണുന്നത്? പണ്ട് മുതലേ തന്നെ ഇത് പാവപ്പെട്ടവരുടെ ആസ്പത്രി എന്നാണ് അറിയപ്പെടുക. കാരണം ഇത് പൈസ ഇല്ലെങ്കിൽ തന്നെ അങ്ങനെ വേവ് ചെയ്യുന്ന ഒരു സംവിധാനമായിരുന്നു. ഇതിൻ്റെ സ്ഥാപക ഡയറക്ടർ മോൺസിഞ്ഞോർ മാത്യു മുരിങ്ങാത്തേരി, അദ്ദേഹമൊക്കെ അങ്ങനെ കഷ്ടപ്പെട്ട് എരന്നുണ്ടാക്കി ചെയ്തിട്ടുള്ള ഒരു സംവിധാനമാണ്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവിടെ അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, ആലപ്പാട്ട് പിതാവ് എനിക്ക് 600 രൂപയും 6 ഏക്കർ സ്ഥലവും തന്നിട്ടുണ്ട്. അതാണ് ഇതെല്ലാം മൂലധനം. ബാക്കിയുള്ളതെല്ലാം ഞാൻ കണ്ടുപിടിക്കേണ്ടി വന്നു. സഹായിച്ചു, പക്ഷെ അന്ന് കാലത്ത് ഇങ്ങനെ പണം എല്ലാവരുടെയും ഇല്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഡോക്ടേഴ്സൊക്കെ അന്നുള്ളവരൊക്കെ എക്സംപ്ലറി ഡോക്ടേഴ്സായിരുന്നു. അവരൊക്കെ മിതമായ ഡോക്ടർ എയ്ഡൻവാല എന്നൊക്കെ പറയുന്നത് ലോക പ്രശസ്തനായ പ്ലാസ്റ്റിക് സർജനാണ്. അദ്ദേഹമൊക്കെ 400 രൂപയൊക്കെയാണ് ശമ്പളം വാങ്ങിയിരുന്നുള്ളൂ. ഇവിടുത്തെ സിറ്റുവേഷൻ അറിയാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അവരും കൂടി സഹകരിച്ചു. എല്ലാവരുടെയും കൂടി ദൈവാനുഗ്രഹം. ഈ ചില ഭക്തസംഘടനകൾ സഹായിച്ചിട്ടുണ്ട്, വ്യക്തികൾ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് മുന്നോട്ട് പോയത്. എത്ര ബെഡുകളാണ് ആ ഒരു സമയത്ത്? ആ ഒരു സമയത്ത് 300-ൽ താഴെയുള്ളത്. ഇപ്പോൾ 1200 ബെഡുകളുണ്ട്. ഓക്കെ. അപ്പോൾ അച്ഛന് ആ ഒരു സ്ഥാപക ഡയറക്ടർ എന്നുള്ള നിലയിൽ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ മെഡിക്കൽ കോളേജിനെ കുറിച്ച് അച്ഛൻ അന്ന് കണ്ട സ്വപ്നം? ഞാൻ 4 ബാച്ച് പാസ്സായതിനു ശേഷമാണ് ഇവിടുന്ന് പോയത്. അന്നൊക്കെ നല്ല റിസൾട്ട് അവർക്ക് കിട്ടി. അപ്പോൾ അതൊക്കെ കണ്ട് 4 ബാച്ച് ഡോക്ടേഴ്സ് ലോകത്തിലേക്ക് ഇറങ്ങി പോകുന്നത് കണ്ടിട്ടാണ് ഞാൻ പോയത്. അതിനുശേഷം ഇടവകയിലേക്ക് പോയി. ഇവിടെ തന്നെ 15 വർഷമായില്ലേ. അപ്പോൾ ഇടവകയിൽ കൂടി എത്ര നാൾ അച്ഛൻ സേവനം? 15 വർഷം കൂടി ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ആ കാലഘട്ടത്തിൻ്റെ അവസാനത്തിലാണ് ഈ അസുഖം പെട്ടെന്ന് വരുന്നത്. ഈ അസുഖം പെട്ടെന്ന് വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത വേഗത്തിലാണ് അസുഖം, വൈറൽ ഇൻഫെക്ഷൻ വന്നത്. അത് 2 കാലും ഇല്ലാത്തതുപോലെയാണ് ഇപ്പം. ഒരു ശക്തിയില്ല, അതിൻ്റെ നെർവ്സ് എല്ലാം പോയി. എനിക്ക് ഡയബറ്റീസ് പണ്ടേ ഉണ്ടായിരുന്നു. പക്ഷേ ഈ കോളേജിനൊക്കെ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുടെ ഇടയിൽ പലപ്പോഴും മരുന്നൊക്കെ കഴിക്കാനായിട്ട് മറന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എല്ലാം അക്യുമുലേറ്റ് ചെയ്ത് അവസാനം ഒരു വാഴ വെട്ടിയിട്ടത് എങ്ങനെ വീഴും അതുപോലെ നിസ്സഹായമായിട്ട് വീഴുന്ന ഒരു ഇതാണ് ഉണ്ടായത്.
പ്രഷറോട് പരസഹായം കൂടാതെ അച്ഛന് നടക്കാൻ സാധ്യമല്ലാത്ത ഒരവസ്ഥയിലാണ് അച്ഛൻ പഴയ കാലങ്ങളെ വളരെ സ്നേഹത്തോടുകൂടി ഓർത്തെടുക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് അസുഖങ്ങളുടെ കാര്യങ്ങളിലേക്ക് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് വരുന്നതിന് മുമ്പ് അച്ഛന് ഇടവകയിൽ വൈദികനായിരിക്കുന്ന സമയത്ത് അച്ഛനുണ്ടായ ദൈവാനുഭവത്തെക്കുറിച്ച് ഒന്ന് പറയാമോ? ഇടവകയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ദിവ്യബലിക്കാണ്. ദിവ്യകാരുടെ ഭക്തിയിൽ ഇടവക വളരുക എന്നുള്ളതാണ്. അത് പറഞ്ഞാൽ പിന്നെ ബാക്കി എല്ലാം ആയി. അപ്പം അതുകൊണ്ട് ഇരുന്ന സ്ഥലങ്ങളിലൊക്കെ സ്നേഹത്തോടെ പെരുമാറിപ്പോരാൻ സാധിച്ചിട്ടുണ്ട്. അതിലൊരെണ്ണം, അതായത് ആദ്യമായിട്ട് എനിക്ക് വികാരിയായിട്ട് പോസ്റ്റിംഗ് ലഭിച്ചത് ഇരവിമംഗലം എന്ന് പറയുന്ന വളരെ ഒരു ഗ്രാമത്തിലാണ്. ആ ഗ്രാമത്തിൽ 6000 ആളുകളുണ്ട്. അപ്പോൾ ഇടവകയിൽ കുറച്ച് പേരേ ഉള്ളൂ, പക്ഷെ എല്ലാവരും കൂടി 6000 ആളുകളുണ്ട്. അപ്പോൾ എനിക്ക് ഞാൻ ഈ രക്തദാനത്തിൻ്റെ പ്രസ്ഥാനത്തിലൂടെ ഒരുപാട് പ്രവർത്തിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഓർത്ത് ഈ 6000 ആളുകളെ മുഴുവൻ ഒന്ന് രക്തഗ്രൂപ്പ് നിർണ്ണയിച്ച് ഗ്രൂപ്പ് നിശ്ചയിച്ച് കൊടുക്കുകയാണെങ്കിൽ അത് പലർക്കും ഉപകാരപ്രദമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഗ്രാമത്തിൻ്റെ മീറ്റിംഗ് വിളിച്ചു കൂട്ടി. ആദ്യം അവർക്ക് മനസ്സിലായില്ല, എന്താണെന്ന് തന്നെ മനസ്സിലാവുന്നില്ല. പക്ഷെ വീണ്ടും അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ 2-3 ഒക്കെ മീറ്റിങ്ങുകൾ വിളിച്ചു കൂട്ടി അവരെ ഒരുക്കിയതിന് ശേഷം നമ്മുടെ തൃശ്ശൂരുള്ള എല്ലാ ഹോസ്പിറ്റൽസിനും ഈ മെഡിക്കൽ ഇതുണ്ടല്ലോ, ലാബുകൾ, അവരുടെ സഹായത്തോടു കൂടിയിട്ട് ഈ 6000 പേരുടെയും ഗ്രൂപ്പ് 2 ഞായറാഴ്ച കൊണ്ട് ചെയ്തു തീർത്തു. കാർഡ് കൊടുത്തു. അതങ്ങനെ ഒരു വലിയൊരു ഗ്രാമോത്സവമായി. അത് ഇന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷര ഗ്രാമമായി. അത് ഇന്ത്യയിലെ ആദ്യത്തെ ഫുൾ ആളുകൾ രക്തഗ്രൂപ്പ് നിർണ്ണയിച്ച് അത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ്. അപ്പോൾ MBBS-കാരനായ വികാരിച്ചനുണ്ടെങ്കിലുള്ള ഗുണം എന്തോ, MBBS-കാരനായ ഒരു പുരോഹിതനെ കൂടെ ഇടവകയിലുണ്ടാണല്ലോ അത് അങ്ങനെ സംഭവിച്ചത്. ഇടവകയും മറ്റേ സാമൂഹ്യ പ്രവർത്തകർക്ക് ഒരുമിച്ച് പോകണം, അല്ലെങ്കിൽ അർത്ഥമില്ല. പള്ളിമേടയിൽ മാത്രം ഇരിക്കുന്ന ഒരു ധാരാളം സമയവും ഉണ്ടായിരുന്നു. മാത്രമല്ല ക്രിസ്തു ദർശനങ്ങളിലും നമ്മൾ കാണുന്നത് അതാണ് ശരിക്കും, അല്ലേ? തെരുവുകളിലും അതേപോലെ ചുറ്റി സഞ്ചരിക്കുന്ന ഒരു ഈശോയാണ്. ഇപ്പം അച്ഛനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, സാമൂഹ്യ രംഗങ്ങളിൽ മാത്രമല്ല സാംസ്കാരിക രംഗത്തും പിന്നെ സാഹിത്യ രംഗത്തുമൊക്കെ വലിയൊരു പ്രതിഭയാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അച്ഛാ, ആ സാംസ്കാരിക പ്രവർത്തനങ്ങളെക്കുറിച്ച് സാഹിത്യ പ്രവർത്തനങ്ങളെക്കുറിച്ചും കൂടെ ഒന്ന് പറയാമോ? സാംസ്കാരിക പ്രവർത്തനങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ എനിക്ക് ഈ 2ാമത്തെ കൗൺസിലിൻ്റെ ആ ഒരു ചിന്തയാണുള്ളത്. എല്ലാ മതക്കാരുമായിട്ടും എല്ലാ ആളുകളുമായിട്ടുള്ളൊരു സൗഹാർദ്ദം ഒരിതാണ്. അപ്പോൾ ഞാൻ ഇവിടുത്തെ 2 ക്ഷേത്രങ്ങളാണുള്ളത്. പാറമേക്കാവ് തിരുവമ്പാടി ക്ഷേത്രം, വടക്കുന്നാഥൻ കേന്ദ്ര ക്ഷേത്രം. അപ്പോൾ അവിടെ ഈ പൂരമൊക്കെ വരുന്ന സമയത്ത് ഞങ്ങളും കൂടി അതിൻ്റെ ഭാഗമാവും. ഞാൻ ഈ പൂര കമ്മിറ്റിയിലും എക്സിബിഷൻ കമ്മിറ്റിയിലും ഉള്ള ഏക കത്തോലിക്ക സ്ഥിരാംഗമാണ്. അവർ നമ്മളോട് വളരെ സ്നേഹം കാണിക്കാറുണ്ട്. അങ്ങനെ അത് ഡെവലപ്പ് ചെയ്ത് പിന്നീട് ഞാൻ പോകുമ്പോൾ തൂങ്കുഴി പിതാവിനെ കൊണ്ടുപോകും. ഇതൊക്കെ കാണിക്കാനായിട്ടെല്ലാം അദ്ദേഹം ഈ സ്ഥലത്ത് അത്ര പരിചയമില്ലല്ലോ. അങ്ങനെ കൊണ്ടുപോകുന്ന പിതാവിനെ എല്ലാവർക്കും വളരെ ഇഷ്ടമായി. അപ്പോൾ എല്ലാ വർഷവും വരണമെന്ന് പറയും. അപ്പോൾ ഞങ്ങൾ പോകാറുണ്ട്. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് ഇപ്പോൾ പാറമേക്കാവ് ദേവസ്വത്തിൻ്റെ ഒരു വെടിക്കെട്ടപകടം ഉണ്ടായി. വെടിക്കെട്ടപകടത്തിൽ 5-6 ആളുകൾ മരിച്ചു, 10-40 പേർ ഗുരുതരമായ പൊള്ളലേറ്റു. ഇവിടെ മാത്രമേ കേരളത്തിലൊരു തീപ്പൊള്ളലിനുള്ള ചികിത്സ ഉള്ള കംപ്ലീറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇവിടെയാണ് വരുന്നത്. പിന്നെ ഗവൺമെൻറ്റിൽ നിന്ന് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എല്ലാം ചെയ്തു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു വാർഡൊക്കെ ഒഴിക്കേണ്ടി വന്നു. മറ്റുള്ളവർ ചെറിയ രോഗമുള്ളവരൊക്കെ മറ്റും മാറ്റിയിട്ട് ഈ വാർഡിലേക്ക് എല്ലാവരെയും കൊണ്ടുവന്നു. അപ്പോഴേക്കും 2-3 പേരൊക്കെ മരിച്ചിരുന്നു. ഒരു 5-6 ആഴ്ച വരെ ഈ ചികിത്സ നീണ്ടുപോയിരുന്നു. പൊള്ളലിൻ്റെ ചികിത്സ വളരെ വലുതാണ്. അപ്പോൾ ഞാൻ അന്ന് തൂങ്കുഴി പിതാവിനോട് പറഞ്ഞു, ഈ ദേവസ്വക്കാരൊക്കെ വളരെ അസ്വസ്ഥമായിരിക്കുകയാണ്. അപ്പോൾ നടക്കുന്ന സമയത്ത് പിതാവ് ഇവിടെ ഇല്ല. പിതാവ് മാനന്തവാടിയിൽ എന്തോ ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് പോയിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ നാളെ കാലത്ത് തന്നെ നേരിട്ട് ഇങ്ങോട്ട് വരാം, ആസ്പത്രിയിലേക്ക് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഭാരവാഹികളെല്ലാം കണ്ടു. അപ്പോൾ ഞങ്ങൾ ആലോചിച്ചിട്ട്
ഒരു തീരുമാനമെടുത്തു, ഈ ചികിത്സ അങ്ങ് സൗജന്യമായിട്ട് കൊടുക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ വല്ലാത്ത വിഷമത്തിലാണ്. അത് വലിയൊരു സ്നേഹത്തിൻ്റെ ഏറ്റം ബോംബ് ആയിട്ട് പൊട്ടി. അത് വലിയ സ്വാധീനവും സൗഹാർദ്ദവും ഡെവലപ്പ് ചെയ്തു. അങ്ങനെ ഈ ദേവസ്വങ്ങളായിട്ടും മറ്റ് പള്ളികളായിട്ടും എല്ലാം ഒരു സ്നേഹത്തിൻ്റെ സ്വർണ്ണനൂലുകൊണ്ട് അങ്ങനെയൊക്കെ ഉള്ള ഇപ്പോഴും ഇന്നലെ കൂടി പാറമേക്കാവിൽ എനിക്ക് അവർ പലഹാരം കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കത്തോലിക്ക വിശ്വാസികൾ എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് വലിയൊരു അഭിമാനം തോന്നുകയാണ്. കാരണം അങ്ങനെ പൊള്ളലേറ്റ ഒരു ദേശത്തെ ആശ്രയമായിട്ട് നിന്ന ഹോസ്പിറ്റലിൽ പിതാവും അച്ഛനും കൂടി ആ ചികിത്സ മുഴുവനും സൗജന്യമാക്കി എന്ന് പറയുന്ന ആ ഒരു കാര്യം അതുവഴി എല്ലാ മതങ്ങളുടെയും ഒരു സ്നേഹവായ്പിന് കാരണമായി തീർന്നു എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. തീർച്ചയായിട്ടും നമ്മുടെ കത്തോലിക്ക സഭയെക്കുറിച്ച് നമുക്ക് ഹൃദയത്തിൽ വലിയ അഭിമാനം തോന്നുന്ന ഒരു സമയവും കൂടിയായി ഇത് മാറുന്നു. പക്ഷേ അതിൻ്റെ ഒരു തമാശ, ഈ ഞങ്ങൾക്ക് 12 ലക്ഷത്തോളം രൂപയാണ് ഇവർക്ക് ട്രീറ്റ്മെൻറ്റിന് വന്നത്. പക്ഷെ പൊതുജനങ്ങൾ അതിലേറെ സംഖ്യ നമുക്ക് സംഭാവന തന്ന് സഹായിച്ചു. ഇതിൻ്റെ ചെലവിലേക്കായിട്ട്. അപ്പോൾ നമുക്കങ്ങനെ ഒരു വ്യക്തിപരമായിട്ട് ഒരു നഷ്ടവും സംഭവിച്ചിട്ടില്ല. സ്നേഹത്തിൻ്റെ ഒരു കൂട്ടായ്മ വളരാൻ സഹായിച്ചു. എനിക്ക് ഈ സാറ് പറഞ്ഞ ഒരു കാര്യം, കത്തോലിക്ക സഭയ്ക്ക് സമൂഹത്തിൽ വലിയൊരു റോളുണ്ട്. നമ്മൾ സത്യത്തിൻ്റെയും നീതിയുടെയും ക്രിസ്തുവിൻ്റെയും മാർഗത്തിലൂടെ നടക്കുകയാണെങ്കിൽ പേടിക്കാനൊന്നുമില്ല. നമ്മളായിരിക്കും ഏറ്റവും സ്വീകാര്യരായ വ്യക്തികൾ. ക്രിസ്തുവിൻ്റെ പാതകളിലൂടെ നടക്കുകയാണെങ്കിൽ അതെല്ലാം വേറെ ഈ ലൗകികമായ മറ്റു പല കാര്യങ്ങളും ലാഭങ്ങളും ഒക്കെ ചിന്തിച്ചാൽ അവിടെ ക്രിസ്തു നമ്മിൽ പരാജയപ്പെടും. അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ക്രിസ്തുവിൻ്റെ സ്നേഹം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും പരിശുദ്ധാത്മാവിൻ്റെ ഒരു മുദ്രവയ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നിസ്വാർത്ഥമായിട്ട് ആ രോഗികളെ സൗജന്യമായിട്ട് ചികിത്സിക്കാൻ തയ്യാറായപ്പോൾ അത് കർത്താവ് ഇടപെട്ട് അതിനേക്കാൾ കൂടുതൽ സംഭാവന നമുക്ക് തിരികെ തരുന്ന ഒരു അനുഭവം പോലും നമ്മുടെ മുന്നിലുണ്ട്. കർത്താവിൻ്റെ പേരിൽ നമ്മൾ എന്താർക്ക് കൊടുത്താലും ഒരു നഷ്ടവുമല്ല, നമുക്കത് തിരിച്ചു കിട്ടും. കർത്താവ് നമ്മളെ സംരക്ഷിച്ചുകൊള്ളും. അല്ലെങ്കിൽ നമ്മളാകെ പൊളിഞ്ഞു പോവും, ദരിദ്രവാസികളാവും എന്നൊന്നും ആരും കരുതേണ്ട കാര്യമില്ല. ദാനം ചെയ്തിട്ട് ആരും അതിന് സാറിന് പറയുമല്ലോ, കർത്താവ് ആർക്കും കടക്കാരനല്ല എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു അച്ഛന് ഇതേപോലത്തെ അനുഭവങ്ങൾ കുറേ കൂടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രേക്ഷകർക്ക് വലിയ സന്തോഷമായിരിക്കും.